വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മേറ്റ് നാസിമാണ്. ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരുപാട് മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് പല കമ്പനികളും അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും കാത്തിരുന്ന സാംസങ്ങിന്റെ S25 സീരീസ് നമുക്ക് മുന്നിലേക്ക് ഈ ഒരു 3-ാം തീയതി ഫസ്റ്റ് സെയിൽ നടന്നിരുന്നു. S25ന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബഡ്ജറ്റ് റേഞ്ചിൽ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന പല മൊബൈലുകളെ കുറിച്ചാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഒരു ക്യാമറ ഓറിയന്റഡ് മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വിവോയുടെ ഭാഗത്തു നിന്നും വി സീരീസിൽ നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ, കഴിഞ്ഞ പോലെ നമ്മൾ V14 കണ്ടിരുന്നു, അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള V15 നമുക്ക് മുന്നിലേക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ വരാൻ പോകുന്നുള്ള ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. വിവോയുടെ വി സീരീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ക്യാമറ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ഇവർ മൊബൈൽ ഫോൺ ഇറക്കുന്നത്. ചൈനയിൽ ഇറങ്ങിയ വിവോയുടെ S20 എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ഒരു റീബ്രാൻഡ് ആയിരിക്കും ഇന്ത്യയിലേക്ക് V50 എന്ന് പറഞ്ഞു വരുന്നത്. ഏതായാലും ക്യാമറ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണ്. മറ്റ് സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഡിമെൻസിറ്റിയുടെ 9300 എന്ന പ്രോസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരാൻ പോകുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി കാണും. IP69 വരുന്നുണ്ടായിരിക്കും. 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആയിരിക്കും V15 വരാൻ പോകുന്നത്. നത്തിങ് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് രണ്ട് വേരിയന്റ് നത്തിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. നത്തിങ് 3A ആൻഡ് 3A+ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത്. നത്തിങ് എടുക്കാൻ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സർവീസ് സെന്ററിന്റെ ഒരു ഇഷ്യൂസ് നോക്കിയതിന് ശേഷം മാത്രം നത്തിങ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും നത്തിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഒരു വെറൈറ്റി മൊബൈൽ ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു രണ്ട് മൊബൈൽ ഫോൺ പരിഗണിക്കാൻ പറ്റുന്നതാണ്. നത്തിങ്ങിന്റെ 3A+ എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ പെരിസ്കോപ്പ് ലെൻസ് സെറ്റപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 3Aയില് ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് ഒക്കെ ഇത്തവണ ഈ ഒരു നത്തിങ് Aയിലും A+ലും വരുന്നുണ്ട്. ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൊബൈൽ ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നത്തിങ്ങിന്റെ ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ വാങ്ങാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. 30,000 രൂപ തോതിൽ ഒരു റിയൽമിയുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽമി GT60 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ കണ്ടിരുന്നു. അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള റിയൽമി GT70 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് ഫെബ്രുവരി മാസത്തിൽ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണും ഒരു റീബ്രാൻഡ് ആണ്. ചൈനയിൽ ഇറങ്ങിയിട്ടുള്ള റിയൽമിയുടെ Neo 7 എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ഒരു റീബ്രാൻഡ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. പ്രൊസസർ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ മീഡിയാടെക് ഡിമെൻസിറ്റിയുടെ 9300+ എന്ന് പറയുന്ന പ്രൊസസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരുന്നത്. ചൈനയിലെ Neo 7 എന്ന് പറയുന്ന മൊബൈൽ ഫോണിലെ 7000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് വന്നിരുന്നത്. പക്ഷേ എങ്കിൽ അത് ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ നോർമലി 5500 അല്ലെങ്കിൽ 6200 നിൽക്കാനാണ് സാധ്യത. ഗെയിം കളിക്കുന്ന ആളുകൾക്ക്, ഗെയിമേഴ്സിന് ഒരു നല്ല സന്തോഷ വാർത്ത വരുന്നുണ്ട്. ഐക്യൂയുടെ ഭാഗത്ത് നിന്നും 30,000 രൂപ തോതിൽ രണ്ട് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. IQ Turn R ആൻഡ് Turn Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത്. അറൌണ്ട് 30,000 രൂപയായിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിന്റെ വില എന്ന് പറയുന്നത്. 30,000 രൂപ എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഇത് ചിലപ്പോൾ കൂടിയേക്കാം കുറഞ്ഞേക്കാം, അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. പ്രൊസസർ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ IQ Turn Pro എന്ന് പറയുന്ന മൊബൈൽ ഫോണില് സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 എന്ന് പറയുന്ന പ്രൊസസർ ആയിരിക്കും വരാൻ പോകുന്നത്. 10R വന്നു കഴിയുമ്പോൾ 8S Gen 3 എന്ന് പറയുന്ന പ്രൊസസർ ആയിരിക്കും വരുന്നത്. 10R 6400 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1.5K AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ 10 Proയിലേക്ക് വന്നു കഴിയുമ്പോൾ 6200 mAh ബാറ്ററി കപ്പാസിറ്റിയും 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പും നമുക്ക് മുന്നിലേക്ക് IQ തരുന്നുണ്ട്. അറൌണ്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 30,000 രൂപ ആയിരിക്കണം ഈ രണ്ട് മൊബൈൽ ഫോണിന്റെയും വില എന്ന് പറയുന്നത്. ഓപ്പോയുടെ ഭാഗത്ത് നിന്ന് സ്മാർട്ട് ഫോൺ രംഗത്ത് ഏറ്റവും വലിയൊരു വിപ്ലവം തീർക്കാൻ വേണ്ടി ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ, 5 രൂപ കോയിൻ നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്രയും തിക്നെസ് ആണ് വരുന്നത്, ആ ഒരു തിക്നെസ്സിൽ ഓപ്പോ പറയുന്നത് 4mm എന്നാണ്. ആ ഒരു തിക്നെസ്സിലെ ഒരു മൊബൈൽ ഫോൺ, ഏറ്റവും തിക്നെസ് കുറഞ്ഞ ഒരു മൊബൈൽ ഫോൺ ആണ് ഓപ്പോ ഇറക്കാൻ പോകുന്നത്. ഓപ്പോ Find N5 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത്. ഈ ഒരു തിക്നെസ് കുറവുള്ളത് കാരണം മൊബൈൽ ഫോണിന്റെ പ്രൊസസർ കാര്യങ്ങൾ അല്ലെങ്കിൽ പെർഫോമൻസിൽ യാതൊരു വിധ തരത്തിലുള്ള കോംപ്രമൈസിനും ഓപ്പോ തയ്യാറായിട്ടില്ല. ഇപ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗന്റെ 8 Elite എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരാൻ പോകുന്നത്. 50 മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. IPX9 എന്ന് പറയുന്ന വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഈ ഒരു മൊബൈൽ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് എത്രയാണെന്ന് ഇപ്പോഴും ഓപ്പോ പുറത്ത് വിട്ടിട്ടില്ല. ഏതായാലും ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ
പവർഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ഓപ്പോയുടെ ഭാഗത്ത് നിന്നും വരാൻ പോവുകയാണ് ഈ ഒരു ഫെബ്രുവരി മാസം. ഓപ്പോ ഫൈൻഡ് N5 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരാൻ പോകുന്നത്. ഇനി ഷവോമിയുടെ ഭാഗത്ത് നിന്നും ഷവോമി ആരാധകർക്കും രണ്ട് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഷവോമിയുടെ 15 സീരീസ്, ഷവോമി 15 ആൻഡ് 15 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള മൊബൈൽ ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് സെഗ്മെന്റ് അത്രയും ഹൈക്ക് തന്നെ ആയിരിക്കും. ക്യാമറ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് ഷവോമിയുടെ 15 ആൻഡ് 15 Pro എന്ന് പറയുന്നത്. 6100 mAh ബാറ്ററി കപ്പാസിറ്റി, 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്, 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിംഗ്, ഇതൊക്കെ ഒത്തുണങ്ങിക്കൊണ്ടാണ് ഷവോമിയുടെ ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഏതായാലും ഫെബ്രുവരി മാസത്തിലെ കൺഫേം ആയിട്ടുള്ള റിലീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൊബൈൽ ഫോണൊക്കെയാണ്. മൊബൈൽ ഫോണൊക്കെ വാങ്ങാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫെബ്രുവരി മാസം അവസാനം വരെ ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്തേക്കുക. നല്ല നല്ല മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.